ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്പം മഞ്ഞൾ വിശേഷം. ഞങ്ങളുടെ മഞ്ഞൾ വിളവെടുത്തിട്ട് ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇതിനിടയ്ക്കൂടെ ഈ തിരക്കിനിടയിൽ അതും അങ്ങ് നടന്നു കേട്ടോ. നമ്മുടെ ജോലികളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് തീർക്കണമല്ലോ. ഞങ്ങൾക്ക് വേണ്ട മഞ്ഞളും പിന്നെ വീട്ടിലേക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെയുള്ള മഞ്ഞൾ ഞങ്ങൾ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതൊരിക്കലും ഞങ്ങൾ ഇതുവരെ കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഈ വർഷവും തിരക്കിനിടയിൽ അതങ്ങ് നടന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അത് തിരക്കൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ മഞ്ഞൾ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയായിരിക്കും അല്ലേ? ഈ ചെറു പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞൾ അല്പം ഒരു വെറ്റിലയും തുളസിയിലയും കൂടെ കൂട്ടി അരച്ചിട്ടാൽ മതി. ചെറു പ്രാണി വിഷത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഈ കുഴിനഖമില്ലേ വരുന്നത്, അത് കറ്റാർ വാഴപ്പോള, ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇതെല്ലാം ഇവിടെ ഉണ്ട്. കറ്റാർ വാഴപ്പോള അതിൻ്റെ ജെല്ലിൻ്റെ ഭാഗത്തൊരു കിഴുത്ത പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മഞ്ഞൾ നിറച്ചിട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. എല്ലാ തവണത്തെയും പോലെ ഞാൻ പോയി മഞ്ഞൾ പറിക്കുന്ന പാത്രമാണിത്. കാപ്പിക്കുരു പറിക്കാനൊക്കെ എടുക്കും. അതെടുത്തുകൊണ്ട് വന്ന് മഞ്ഞൾ കഴുകുകയാണ്. നിറച്ച് മണ്ണാണ്. അതെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് പരിപാടി. ഈ തവണ അച്ഛനോടെ കൂടും. അല്ലെങ്കിലും മഞ്ഞൾ പറിക്കാനൊക്കെ അച്ഛൻ കൂടുന്നതാണ്. അന്നേരം ഈ തവണ ഈ തട്ടിൻ്റെ മണ്ടയിൽ കയറാനോ ചെമ്പുകലോ എടുക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ ഇരുന്നൊരു പാത്രത്തിൽ തന്നെ ഇതങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടുകയാണ് കക്ഷിയെ. ഞാൻ കഴിയുന്ന നേരം കൊണ്ട് അടുപ്പ് കൂട്ടി തീയായി കഴിഞ്ഞാൽ വെള്ളം അടുപ്പ് വെച്ച് ഞങ്ങൾ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഇത് വെന്ത് വരും. നമുക്ക് ഞെക്ക് കൊള്ളുന്ന പോലൊരു പരിവാകും. ആ സമയത്തിനേക്ക് ഞങ്ങൾ മഞ്ഞളെടുത്ത് എന്ത് ചെയ്യും, അച്ഛന് ഊറ്റും. മഞ്ഞൾ ഊറ്റി കഴിഞ്ഞിട്ട് ഇത് കാണുന്ന പോലെയൊക്കെ തന്നെ ചെയ്താൽ മതി. നമ്മളെ ചെടിയുടെ ഇടയ്ക്കൂടെയൊക്കെ 1-2 തവണ മഞ്ഞൾ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയുക, ചാക്കിൽ നമ്മൾ ഈ വളപ്രയോഗമൊക്കെ പറയുന്നുണ്ടല്ലോ, വേസ്റ്റൊക്കെ ഇട്ട് കരിയിലൊക്കെ ഇട്ട് അല്പം മണ്ണൊക്കെ ഇട്ടാൽ അത് നിറച്ചും മഞ്ഞളുണ്ടായിക്കോളും. നമ്മുടെ വീട്ടിലേക്ക് ഒരു 2 ചാക്ക് അല്ലെ 3 ചാക്ക് റെഡിയാക്കിയാൽ മതി. അവരൊക്കെ അവിടെ നിന്നോളൂ. പ്രത്യേക പരിചരണങ്ങളൊന്നും തന്നെ വേണ്ട ഇതിന് കേട്ടോ. ഇത് ഞങ്ങൾ ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം വെയിലത്തിടുവേ. ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ഛൻ തന്നെയാണ് ഇതിനെ കട്ട് ചെയ്ത് വെച്ചു. ഞാനിപ്പം പകലിവിടെ ഇരിക്കുന്നേ ഇല്ലല്ലോ, അല്ലേ ഞങ്ങൾ കൂടുന്നതാണ്. അതെല്ലാം തന്നെ ഇരുന്ന് കട്ട് ചെയ്ത് വെച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങും. വെയിലത്ത് വെച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് തേച്ചെടുക്കും. ഇതിൻ്റെ പുറത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അരം പോലൊരു നൂലല്ല, അതെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം പറിച്ച് കഴിഞ്ഞ് കവറിലാക്കി വെച്ച് അത് എവിടെ കൊണ്ടുപോകും, മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്ന് കുറേ നാളത്തേക്ക് ഇതിരുന്നോളും. അപ്പോൾ നിങ്ങളും എന്നാ പറയുന്നത്, ഈ മൂക്കൊലിപ്പൊക്കെ ഇല്ലേ, അതുപോലെ അലർജി, അതിനൊക്കെ വളരെ നല്ലതാണ് ഈ പച്ചമഞ്ഞൾ. അത് അരച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്തിട്ട് നമുക്ക് പാലിനകത്ത് ചേർത്ത് കൊടുക്കാം. വലിയ മദ്യപാന്മാരില്ലേ, അവരുടെ മദ്യപാനം വരെ ഈ മഞ്ഞൾ നിർത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ കൂടുതൽ മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, ഈ വേദന സംഹാരി ഗുളികകളൊക്കെ, അത് ശരീരത്തിന് ദോഷമാണ്. ഈ പച്ചമഞ്ഞൾ 1 സ്പൂൺ എങ്ങനെയെങ്കിലും നമ്മുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും കേട്ടോ. പിന്നെ